ചൂടായി വന്ന ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണയും ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഇങ്ങനെ പൊട്ടി പൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം ഉലുവ, നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സാക്കി കളയുമ്പം കുറച്ച് ചീരുള്ളി ചതച്ചത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ചീരുള്ളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇവിടെ ഇടുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം മിക്സാക്കാം. ഒന്ന് വഴറ്റി മിക്സാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മളെ മസാലയെല്ലാം ഇങ്ങനെ ഒന്ന് കുറുകി കിട്ടണം. നമുക്ക് ആ മീൻ തലയൊക്കെ ഇടുമ്പോൾ അതിലേക്ക് ഒന്ന് കുറുകിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കും. പിന്നെ അതിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുക. കുടംപുളിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഈ കുടംപുളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ മസാലയെല്ലാം തിളച്ചിരിക്കും. ഈ തിളച്ച് വരുന്ന ഈ മസാലയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച തലയുണ്ടല്ലോ, ഞാനിവിടെ എടുത്തേക്കുന്നത് സൂതത്തലയാണ്. ചിലയിടത്ത് അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അപ്പോൾ ഇതിന് സൂതയുടെ മീനിൻ്റെ തലയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ മീൻ തലയെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക്, കുറച്ചല്ല, ഞാനിവിടെ 2 ഇല്ലി പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടും നമ്മൾ ഒരു മീഡിയം ഫ്ലെയറിൽ തീയിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. മീൻ വേവാനുള്ളൊരു സമയമായി കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കി നോക്കികളുടെ ഈ പരിവായിരിക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും സാധനം. എങ്ങനെയുണ്ട് നമ്മളെ റെസിപ്പി?